നമസ്കാരം. ദക്ഷിണേന്ത്യയിൽ ബിജെപിക്ക് വലിയ വിജയം ലഭിക്കുമെന്നുള്ള പ്രവചനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, തമിഴ്നാട്, കേരളം എന്നീ 4 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ബിജെപി വലിയ വിജയത്തിലേക്ക് നീങ്ങുകയാണ് എന്ന് NDTVക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് അമിത്ഷാ വിശദമാക്കിയിരിക്കുന്നത്. നമുക്കറിയാം, കേരളത്തിലെ 20 സീറ്റുകൾ, തമിഴ്നാട്ടിലെ 39 സീറ്റുകൾ, ആന്ധ്രയിലെ 25, തെലങ്കാനയിലെ 17, കർണാടകത്തിലെ 28 സീറ്റുകൾ, അങ്ങനെ ആകെ ലോക്സഭാ സീറ്റുകൾ 129 എണ്ണമാണ്. ഈ 129 ലോക്സഭാ സീറ്റുകളിൽ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി നേടിയത് 29 സീറ്റുകളായിരുന്നു. ഇതിൽ 25 എണ്ണം കർണാടകയിൽ നിന്നും 4 സീറ്റുകൾ തെലങ്കാനയിൽ നിന്നുമുള്ളതായിരുന്നു. ആന്ധ്രയിലും തമിഴ്നാട്ടിലും കേരളത്തിലും ഒന്നും തന്നെ ബിജെപിക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിച്ചിരുന്നതേ ഇല്ല. അതേസമയം 200-ലധികം സീറ്റുകളുള്ള ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ബീഹാർ, രാജസ്ഥാൻ, ഹരിയാന, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിൽ 2019 ബിജെപി 190-ലധികം സീറ്റുകൾ നേടിയിരുന്നു. ഇത്തവണ ബിജെപിയുടെ സ്വപ്നമായ NDAക്ക് 400 സീറ്റുകൾ കടക്കുക എന്ന ആ വലിയ ലക്ഷ്യത്തിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ദക്ഷിണേന്ത്യയിൽ 129 സീറ്റുകളിൽ മോദി മാജിക് സംഭവിക്കേണ്ടത് അനിവാര്യതയാണ്. തമിഴകത്ത് AIADMK പടിയിറങ്ങിയത് അവസരമായി കണ്ടുകൊണ്ടാണ് മോദിയും അണ്ണാമലയും ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ പ്രവർത്തനം വിപുലീകരിച്ചത്. അത് കണ്ട് തന്നെയാണ് അവർ പാർട്ടിയെ വളർത്തുന്നതിന്റെ ഭാഗമായി തന്നെയാണ് നിരന്തരമായി സന്ദർശനങ്ങൾ നടത്തിയത്, റോഡ് ഷോകൾ നടത്തിയത്, റെക്കോർഡ് വിസിറ്റ് തന്നെയാണ് തമിഴകത്ത് മോദി നടത്തിയതെന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും ഈ ശ്രമങ്ങൾക്കൊക്കെയും പിന്നിൽ കൃത്യമായ ലക്ഷ്യമുണ്ട് എന്ന് തന്നെയാണ് അമിത്ഷായുടെ വാക്കുകൾ നൽകുന്ന സൂചന. ദക്ഷിണേന്ത്യയിലെ 5 സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിനേക്കാൾ കൂടുതൽ സീറ്റുകൾ നേടും എന്ന് കൂടിയാണ് അമിത്ഷാ അവകാശപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ ബിജെപിയുടെ ഏറ്റവും വലിയ പദ്ധതികളിലൊന്നായ മിഷൻ സൗത്ത്, അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം എന്തായിരിക്കും ബിജെപിക്ക് സമ്മാനിക്കാൻ പോകുക എന്നത് കാത്തിരുന്ന് കാണാം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.